വളരെ മനോഹരമായ സുഗന്ധമുള്ള ഒരു ചന്ദനത്തിന്റെ തടിയുണ്ടെന്നിരിക്കട്ടെ. എന്നാൽ ഈ തടിയെ നിങ്ങൾ അഗ്നിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അഗ്നി ആ ചന്ദനത്തടിയെയും കത്തിച്ചു കളയുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ആ അഗ്നി അണച്ച ശേഷം ചന്ദനത്തടിയെ തിരിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴേക്കും ചന്ദനത്തടിയുടെ സ്വഭാവത്തിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടാകും. പിന്നീട് ആ തടിയിൽ നിങ്ങൾ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ കരിയാകുന്നതായിരിക്കും. വ്യക്തികളിലും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. വളരെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് കോപം എന്ന അഗ്നി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കോപം നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ പോലും ആ കോപം നിങ്ങളിൽ ഒരു കറുത്ത കരിയെ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ലഭിച്ച ഒരപകീർത്തിയായി പരിണമിക്കും. അതായത് നിങ്ങൾ പൊതുവെ വളരെ നല്ലവർ തന്നെയായിരിക്കും. എന്നാൽ ചില ദുർബല നിമിഷങ്ങളിൽ നിങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് കോപാഗ്നിയിൽ ജ്വലിച്ച ഘട്ടങ്ങളുണ്ടായേക്കും. എന്നാൽ ആ കോപാഗ്നിയുടെ സമയത്ത് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ, നിങ്ങളുടെ ആ സമയത്തെ പെരുമാറ്റം എന്നേക്കുമായി ചന്ദനത്തടിയിൽ കരിയുണ്ടാക്കിയതുപോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു കറുത്ത ലേപനമായി അവശേഷിക്കുന്നതാണ്. പിന്നീട് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരിക്കലും പഴയതുപോലെ തിരിച്ചെടുക്കുവാൻ കഴിയാത്ത വിധം ഒരു ക്ഷതമായി നിങ്ങളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കോപമുണ്ടാകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കേണ്ടതാണ്. കോപത്തിന് അടിമയാകുന്ന നിമിഷത്തിൽ ഒരു വ്യക്തി അവനവനെക്കുറിച്ചുള്ള അവബോധമില്ലാതെ അവനവന്റെ മഹത്വം പോലും തിരിച്ചറിയാതെ പലതരം വാക്കുകൾ ഉപയോഗിക്കുകയും പലതരത്തിലും പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. കോപം ഒരു ക്ഷണനേരത്തെ കാര്യമാണ്. ആ വാക്കുകളുമെല്ലാം ക്ഷണനേരത്തേക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്. എന്നാൽ അതെല്ലാം എന്നേക്കുമായി നിങ്ങളുടെ വ്യക്തിത്വത്തിനു മേലൊരു ക്ഷതം സംഭവിപ്പിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾക്ക് കോപമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ചന്ദനത്തടി പോലെ വിലയുള്ളവരാണെങ്കിലും കോപാഗ്നി ബാധിച്ച ശേഷം നിങ്ങളിൽ ഒരു കറുത്ത ആവരണം വന്നു ചേരുന്നതാണെന്ന് ചിന്തിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഭാവിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഏൽക്കുന്ന കളങ്കത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കോപിക്കുന്നതിൽ നിന്നും സ്വയം പിന്മാറേണ്ടതാണ്. കോപിക്കുന്നത് സ്വന്തം വ്യക്തിത്വത്തിന് തന്നെ അപകീർത്തിയാകുമെന്ന് അവനവനെ തന്നെ ഭയപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കതിനോട് പ്രതിരോധിക്കുവാൻ അവകാശമുണ്ട്. അതിനോട് ശക്തമായി വിമർശിക്കുവാനും അതിനനുസരിച്ച് ഇടപെടുവാനും അധികാരമുണ്ട്. എന്നാൽ അതിന് കോപിക്കണമെന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ ഒരിടത്ത് ധർമ്മം നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് കോപിക്കേണ്ട ആവശ്യമേയില്ല. മനസ്സംയമനത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് യുദ്ധം പോലും ചെയ്യുവാൻ കഴിയുന്നതാണ്. അത് ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധമാകാം, വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമാകാം, പ്രവൃത്തി കൊണ്ടുള്ള യുദ്ധവുമാകാം. യുദ്ധം ഒരുപക്ഷെ ഒരു സ്ഥലത്ത് നീതി നടപ്പിലാക്കുവാൻ അനിവാര്യമായേക്കാം. അങ്ങനെയെങ്കിൽ ആ യുദ്ധവും ധർമ്മമായി മാറുന്നതാണ്. എന്നാൽ കോപം ഒരിക്കലും ധർമ്മമല്ല എന്നുള്ളത് തിരിച്ചറിയുക. കാരണം കോപം ഒരു വികാരമാണ്. വികാരങ്ങളൊന്നും തന്നെ ശാശ്വതമായ നന്മയിലേക്ക് നമ്മെ നയിക്കുകയില്ല. ഈ സത്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തനം ചെയ്തു നോക്കൂ.